നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. അതുപോലെ നേർത്തതോ തടിച്ചതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. അതൊന്നും കുഴപ്പമില്ല. നമ്മളിത് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പിൻ്റെ അടുത്ത് മാത്രമാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. മിതമായ മധുരം മതിയെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല മിനുസത്ത് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലൊക്കെ ആണെങ്കിൽ അതൊന്ന് നേരത്തെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. പാല് കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/4 കപ്പ് പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചായി ചേർത്ത് ഇതുപോലെ കൂട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ വീണ്ടും മിക്സറിൻ്റെ ജാറിലേക്ക് തന്നെ മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മിക്സറിൻ്റെ ജാറിലിട്ട് ലോ സ്പീഡിലാണ് ഒന്ന് കറക്കിയെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നേരത്തോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് കൂട്ട് ഒന്നും കൂടെ ചെറുതായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ അത് 10 മിനിറ്റാണ് റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങൾ അവിടെ കട്ട പിടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലതായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ആ വിനാഗിരി കൂടെ ചേർത്ത് ഞാനിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടാൻ തന്നെ ഒരു ഫ്ലഫി ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതേപോലെ തന്നെ നമ്മളുടെ കേക്കും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതും ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടാണ്. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ചെറുതായിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നെയ്യ് തടവിയതിന് ശേഷം ഞാനിവിടെ കൂട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂട്ടൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 1/4 ഭാഗത്തോളം മാത്രം കൂട്ടൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 5 മിനിറ്റ് മാത്രമേ ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് എടുക്കുള്ളൂ. ഇതിപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് കുത്തി നോക്കിയിരുന്നു. അതിൻ്റെ ആ ഒരു കുത്തലാണ് ഒരു അപ്പത്തിൽ കാണുന്നത്. ഇതിപ്പോൾ നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. റവ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇത് നിങ്ങൾക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോഴായാലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കേക്കാണ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.